ഹായ്, ഇത് ഞാൻ തോരൻ വെച്ച വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പയർ. അപ്പോൾ അതേ ഐറ്റം തന്നെ മുതിരയും പയറും ഒരു അര സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് തലേന്ന് കുതിർക്കാനായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ രാവിലെ എടുത്ത് മിക്സിയിലിട്ട് നല്ല ദോശപ്പരുവത്തിൽ അരച്ചെടുക്കണം. അതിനകത്തൊരു അര സ്പൂൺ ജീരകവും 3-4 അല്ലി വെളുത്തുള്ളി, ഒരു 2-3 പച്ചമുളക്, ഇത്ര ഞാൻ ചേർക്കുന്നുണ്ട്. ഞാനൊരു പകുതി സവാളയും കൂടി ചേർക്കുന്നുണ്ട്. സവാള ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പോൾ ഇത്രയും ചേർത്ത് നല്ലതായിട്ട് മല്ലിയിലയൊക്കെ ചേർത്തടിച്ചാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട ഒരു വീഡിയോ ആണ്. അപ്പോൾ നല്ലതായിട്ടൊന്ന് അടിച്ചെടുത്ത് ദോശപ്പരുവം അറിയാമല്ലോ, അത് കറക്റ്റിന് എടുത്തിട്ട് തേങ്ങാ ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാവുന്നതാണ്. വെറൈറ്റി എന്നും ഒരേ രീതിയിൽ ചപ്പാത്തി, ദോശ, പൂരി, കൊഴുക്കട്ട, പുട്ട്, ഇടിയപ്പം ഇതെല്ലാം കഴിക്കുമ്പം ഒരു ചേഞ്ചിന് വേണ്ടി നമ്മൾ ഇതും ട്രൈ ചെയ്ത് നോക്കണം. ഇത് നല്ലതാണല്ലോ, പ്രോട്ടീൻ റിച്ച് ആണ്. കുട്ടികൾക്ക് മുതിർന്നവർക്കും വിറ്റാമിൻസിൻ്റെയൊക്കെ കുറവുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും. ചെറുപയറിൻ്റെ ഗുണങ്ങൾ അങ്ങനെയാണല്ലോ. പിന്നെ മുതിര, ഉലുവ ഇതെല്ലാം ശരീരത്തിന് ഗുണമുള്ള കാര്യങ്ങളാണ്. എല്ലാം നമ്മളിതെടുത്ത് കഴിക്കില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയാകുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉള്ളിൽ ചെല്ലും കുഞ്ഞുങ്ങൾക്കും. കണ്ടോ, അത് നമ്മൾ നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിലാണ് അരച്ചെടുക്കേണ്ടത്. അതിലേക്ക് ഒരു അര സ്പൂൺ ഉപ്പ്, അര സ്പൂൺ മീൻസ് അരച്ചെടുത്ത് കറക്റ്റായിട്ട് അളവിനുള്ള ഉപ്പെടുത്തിട്ട് നല്ലതായിട്ട് മാവ് കലക്കിയെടുത്ത് ദോശക്കല്ലിലേക്ക് ഒഴിച്ചാൽ മതിയാകും. ദോശ തയ്യാർ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. കണ്ടോ, ഇനി നമുക്ക് ദോശ ഇടാം. കണ്ടോ, അതിനായിട്ട് ഞാൻ ദോശക്കല്ല് വെച്ചു, ചൂടായി. നല്ല അടിപൊളി ദോശ, മരിഞ്ഞ് ദോശയും ചട്നിയും കൂടെ യൂസ് ചെയ്യുന്നത്. ചട്നിയല്ല, പെട്ടെന്ന് ധൃതി, ഞാൻ ജോലി ടൈമിൽ രാവിലത്തെ ധൃതി വെച്ചുള്ള പാചകങ്ങളാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അന്നേരമുള്ള കറികളൊക്കെ കൂട്ടിയായിരിക്കും കഴിക്കുന്നത്. ഇത് തേങ്ങാ ചട്നിയുടെ കൂടെ സൂപ്പറായിരിക്കും, പുതിന ചട്നിയുടെയൊക്കെ കൂടെ. കണ്ടോ, അപ്പോൾ ഞാൻ മോൾക്ക് കൊടുത്തതാണ്. അത് വീട്ടിലുള്ള കിഴങ്ങ് മസാല ഉണ്ടായിരുന്നു, അതാണ് കൊടുത്തത്. കണ്ടോ, താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.